ഷിജു, അതാ നോക്കൂ, നമ്മുടെ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവിടെ അത്തരത്തിലൊരു ചിഹ്നം ഉണ്ടാകില്ല എന്ന് നേരത്തെ വാർത്തകളുടെയും വിവാദങ്ങളുടെയും പശ്ചാത്തലത്തിൽ രാജ്ഭവൻ ഉറപ്പ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി വി ശിവൻകുട്ടി ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി രാജ്ഭവനിലേക്ക് ചെല്ലുന്നത്. രാജ്ഭവനിൽ ചെല്ലുമ്പോൾ അവിടെ RSSന്റെ ചിഹ്നം സ്ഥാപിച്ചിരിക്കുന്നത് മാറ്റിയിട്ടില്ല, അത് അതേപടി നിൽക്കുകയാണ്. ആ വേദിയിൽ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യ എന്ന എൻ്റെ രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമെന്ന് പറയുന്നത് ഭരണഘടനയാണ്. ആ ഭരണഘടനയ്ക്ക് മുകളിൽ മറ്റൊരു ചിഹ്നവും അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാട് പറഞ്ഞ് ആ പരിപാടി ബഹിഷ്കരിച്ച് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, രാജ്ഭവനെ RSSന്റെ ശാഖയാക്കി മാറ്റുകയാണോ ഇവരുടെ ലക്ഷ്യം? അതാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? ഏതുതരം വിശ്വാസങ്ങളും വ്യക്തികൾക്ക് പിന്തുടരാനുള്ള അവകാശമുണ്ട്. എന്നാൽ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണർ ഉൾപ്പെടെയുള്ളവർ രാജ്ഭവൻ എന്ന ഔദ്യോഗിക ഗവർണറുടെ ഓഫീസിലും രാജ്ഭവൻ സമുച്ചയത്തിലും ഭരണഘടനാ മൂല്യങ്ങൾ പിന്തുടരാൻ ബാധ്യസ്ഥരാണ്. ഭരണഘടനാപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ഉണ്ടാവുക എന്നുള്ളത് ഗൗരവതരമായ കാര്യമാണ്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടേത് ഏറ്റവും ഔചിത്യപൂർണമായ നിലപാടാണ്. ഭരണഘടനാ മൂല്യങ്ങളെ പരിരക്ഷിക്കേണ്ട മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടിനെ വളരെ ശക്തമായി പിന്തുണയ്ക്കുന്നു. ഭരണഘടനാ പദവിയിലിരിക്കുന്നവർ ആ ഭരണഘടനാ മൂല്യങ്ങൾ എന്താണെന്നും ഭരണഘടനാ പദവിയുടെ പ്രാധാന്യം എന്താണെന്നും ഗവർണർ ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കുന്നത് നന്നാവും. രാജ്ഭവനിൽ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളാണ് പരിരക്ഷിക്കേണ്ടത്. വ്യക്തികളുടെ സ്വകാര്യ വസതിയിലോ വ്യക്തികളുടെ വിശ്വാസത്തിന്റെ ഭാഗമായോ ഒക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഔദ്യോഗിക കാര്യങ്ങളാക്കി മാറ്റാനും അതോടൊപ്പം രാജ്ഭവനിലേക്കും ഗവർണറുടെ ഓഫീസിലേക്കും അത് നിർബന്ധ ബുദ്ധിയോടെ കൊണ്ടുവരികയും ചെയ്യുന്നത് ശരിയല്ല. വി ശിവൻകുട്ടിയുടെ നിലപാടിനെ DYFI തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അതിനെ ശക്തമായി അദ്ദേഹത്തിന്റെ നിലപാട് ഏറ്റവും ഔചിത്യപൂർണമാണെന്നും അദ്ദേഹത്തിന്റെ നിലപാട് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണെന്നും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഷിജു ഖാൻ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇവിടെ ഈ പരിപാടിക്ക് മന്ത്രിയെ ക്ഷണിക്കുമ്പോൾ ഈ ചിഹ്നത്തിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല. കാരണം നേരത്തെ തന്നെ ഗവർണറുടെ ഭാഗത്തുനിന്ന് വിശദീകരണം വന്നിരുന്നല്ലോ, ഈ ചിഹ്നം മാറ്റും, ഇനി സർക്കാർ പരിപാടികളിൽ RSS ചിഹ്നം ഉണ്ടാകില്ല എന്ന് വിശദീകരണം വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി അവിടെ ചെല്ലുന്നത്. പക്ഷേ മന്ത്രിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടെ വീണ്ടും ഇവരുടെ RSSന്റെ ഭാരതമാതാവിനെ വീണ്ടും കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ സംഭവിച്ചത് എന്താണ്? ഭരണഘടനാ ചുമതലയുള്ള രാജ്ഭവൻ, പദവിയുള്ള രാജ്ഭവൻ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. രണ്ടും ഭരണഘടനാ സംവിധാനങ്ങളാണ്. അപ്പോൾ ഒരു ഭരണഘടനാ പദവിയുള്ള ഇടം ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രമാത്രം വലുതാണ്? ഇതൊക്കെ ഗുരുതരമായ പ്രോട്ടോകോൾ വയലേഷൻ അടക്കം ഈ വിഷയത്തിൽ ഉണ്ട്. പ്രത്യേകിച്ചും സ്റ്റേറ്റ് ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മന്ത്രിമാർ പങ്കെടുക്കുന്ന ചടങ്ങുകളെ സംബന്ധിച്ച് മുൻകൂട്ടി അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്നവർ അത് അവരെ അറിയിക്കുകയും ചെയ്യേണ്ടത് രാജ്ഭവന്റെ ഉത്തരവാദിത്തമാണ്. ഭരണഘടനാ സ്ഥാനങ്ങളിലിരിക്കുന്നവരുടെ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞ് മാറാൻ സാധിക്കുകയില്ല. അപ്പോ ഇത്രയും പ്രധാനപ്പെട്ട ചടങ്ങിൽ ബഹുമാനപ്പെട്ട മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതും ഗൗരവതരമായ വിഷയമായി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള ബഹുമാനപ്പെട്ട മന്ത്രി ഉയർത്തിപ്പിടിച്ചത് ഏറ്റവും ഉയർന്ന ഭരണഘടനാ മൂല്യങ്ങളാണ്. ഭരണഘടനാ പ്രതീകങ്ങളെയും ഭരണഘടനാ ചിഹ്നങ്ങളെയും ദേശീയ ചിഹ്നങ്ങളെയും ദേശീയ പ്രതീകങ്ങളെയും ആദരിക്കണം എന്നാണ് ഭരണഘടന ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ ദേശീയ ചിഹ്നങ്ങളല്ലാത്ത ഭരണഘടനാ പ്രതീകങ്ങളല്ലാത്ത കാര്യങ്ങളെ ഔദ്യോഗികമായി പ്രതിഷ്ഠിക്കുകയും അതിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരടക്കം പിന്നെ അത്തരം കാര്യങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യണമെന്ന ശാഠ്യം രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ദൗർഭാഗ്യകരമാണ്. ബഹുമാനപ്പെട്ട ഗവർണർ ഇത്തരം നിലപാടുകളിൽ നിന്ന് പിന്തിരിയണം, അത് തിരുത്തണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.